ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരാളെ കുറിച്ച് മാത്രമേ ഉള്ളൂ, അതൊന്ന് സംസാരിക്കാനാണ്. വീഡിയോ ഇല്ലേ, ഇപ്പൊ നടന്ന ഇലക്ഷന് മുമ്പുള്ള കലാശക്കൊട്ട്, അതിന്റെ ഒരു വീഡിയോ ആണത്. ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി GPA നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ എത്ര ജനത്തിരക്കുവാണെന്നറിയാം. അവിടെ ഭയങ്കര ആൾക്കാരൊന്നും നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അതിൽ നിന്നറിയാം നമുക്ക് പുള്ളിക്കാരനെ സ്നേഹിക്കുന്ന എത്ര പേര് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന്. നമുക്ക് ബാക്കി വീഡിയോ കാണാം. എല്ലാവരും കണ്ടയാണ് നമ്മുടെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി നിന്ന സുരേഷ് ഗോപി ഇന്ന് ജയിച്ചു. എത്ര 70,000 അതിന്റെ വണ്ടൊക്കെ കണ്ട് വോട്ടിന് ലീഡ് നിന്നാ ജയിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ ഇന്ന് ന്യൂസിന്റെ അകത്ത് പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ഗുരുവായൂരപ്പന്, വടക്കുംനാഥന്, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക്, നെയ്തലക്കാവിലമ്മയ്ക്ക്, പാറമേക്കാവിലമ്മയ്ക്ക്, കാർത്യായനി ദേവിക്ക്, അങ്ങനെ തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും, എൻ്റെ ലൂർദ് മാതാവിന് ഇത് പ്രണാമം. ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. വലിയ സ്ട്രഗിളെന്ന് പറഞ്ഞാൽ നമുക്ക് എതിർ നീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും, ഒഴുക്കിനെതിരെ നീന്തിക്കയറുന്നു. ഇലക്ഷന് ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ ദൈവത്തിനെയൊക്കെ നന്ദി പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മനസ്സിൽ തന്നെ എന്തൊരു വിഷമം പോലെ ഉണ്ട്, എന്തൊരു ഭാരം മനസ്സിലുള്ള പോലെ. പണ്ടങ്ങാണ്ട് ഒരു റിപ്പോർട്ടർ അങ്ങനെ തൊട്ടെന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ ഇഷ്യൂ ആക്കി മാറ്റി. ഇപ്പൊ പുള്ളിക്കാരൻ മാത്രമല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിലും വലുത് ചെയ്യുന്ന ആൾക്കാർ വരെ ഇങ്ങനെ ചറപറായിട്ട് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പം നമ്മുടെ ഈ നാട്ടിലെ കുഴപ്പമെന്ന് വെച്ചാൽ ശരി കണ്ടുപിടിക്കത്തില്ല. അവരുടെ കുറ്റം മാത്രം, അത് മാത്രം, പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു വലിയൊരു ബോംബ് പോലും ഉണ്ടാക്കിക്കൊണ്ട് ആൾക്കാർ നടക്കുന്നത്. ഒരാളുടെ തെറ്റ് മാത്രം. ഇപ്പൊ ഇദ്ദേഹം തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുമല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു സംഭവത്തിൽ എന്തൊക്കെയാ പുള്ളിക്കാരൻ മാനസികമായിട്ടും മൃഗീയമായും ശാരീരികമായിട്ടും എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലേറ്റ മുറിവ് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. എത്ര പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്, പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്ത്, പിന്നെ പട്ടിണി പാവങ്ങൾക്കൊക്കെ അരി സാധനം അതൊക്കെ മേടിച്ചു കൊടുത്ത്. ഇതൊന്നും ആരും കാണത്തില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഈ ലോകത്ത് ശരിയെന്ന് പറഞ്ഞൊരു കാര്യം ആരും കാണത്തില്ല. അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.